അൻവർ തുടക്കം മുതലേ പറഞ്ഞു വെച്ചത് ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സ്ത്രീവേഷത്തിലാണ്. ഇങ്ങനെ ആഘോഷിക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു കാർണിവലിൽ പങ്കെടുക്കുന്ന പോലെ പാട്ടിനും കോമഡിക്കും ഒക്കെ ആർത്തലച്ച് ചിരിക്കുകയാണ്. പ്രേമലുവിൻ്റെ ബേസ് തോട്ട് എന്ന് പറഞ്ഞാൽ കല്യാണരാമൻ്റെ തോട്ട് തന്നെയാണ്. ദിലീപിന് നവീനോട് ഇഷ്ടം തോന്നുന്നു, ഇവിടെ നസ്ലിന് മറ്റേ പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നു. അതിൻ്റെ ഇടയിൽ ഓഫീസിൽ ഒരുത്തനുണ്ട്, ഇവിടെ കുഞ്ചാക്കോ ബോവനുണ്ട്. ഇവർ തമ്മിലുള്ള ഈഗോ, കുഞ്ചാക്കോ ബോവൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞാൽ അവനെ തോപ്പിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യുന്നു, അവൻ ഡാൻസ് ചെയ്യുന്നു, നിന്റെ പെണ്ണിനെ അവൻ കൊണ്ടുപോകും. അതേപോലെ തന്നെ അവിടെയും അവർ തമ്മിൽ ഒരു മത്സരം പോലെ കല്യാണത്തിൻ്റെ അവിടെ സിറ്റുവേഷൻ വരുന്നു എന്ന് പറയുന്ന ബേസ് കണ്ടന്റ് അതാണ്. ഒരാളെ നിറത്തിൻ്റെ പേരിലോ ശരീരത്തിൻ്റെ രൂപത്തിൻ്റെ പേരിലോ നമ്മൾ കളിയാക്കാൻ പാടില്ല. ഇതൊക്കെ ഈ പോളിസി ഞാൻ കുഞ്ഞിക്കൂനലിൽ ഞാൻ അതിൻ്റെ മെയിൻ തീം തന്നെ അതാണ്. ചാന്ത് പൊട്ടെന്നുള്ള പേര് ഇവരെ വിളിക്കാൻ തുടങ്ങി. അവിടെയാണ് പ്രശ്നം. അവിടെ നിന്നാണ് ഇവർ ഹർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ പല വേറെ മോശം പേരുകൾ ഇവരെ വിളിച്ചിരുന്നു. സിനിമക്ക് പ്രചാരം കിട്ടിയതോടെ ഇവരെ ആക്ഷേപിക്കാനായിട്ട് ഈ സമൂഹം അത് ഏറ്റെടുത്ത ആ പേര് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എഴുതിയത് ഇവരാ. അന്നെന്ന് പറഞ്ഞാൽ ഷക്കീല തരംഗം ഉള്ളത് കൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള ചിത്രങ്ങൾ പോയി കാണാൻ പറ്റില്ല എന്തായാലും. അപ്പൊ കുടുംബ പ്രേക്ഷകർക്ക് ഒന്ന് കാണാനും പറ്റും, അവരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും പറ്റും. എപ്പോഴും ഈ ദശമൂലം ദാമുവിന്റെ സ്പിൻ ഓഫ് ദശമൂലം ദാമുനി വരില്ല. പിന്നെ സുരാജിനും അതിനുള്ള ഒരു ധൈര്യമില്ല. ഗംഭീരമായിരുന്നു മണിയൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ സിനിമയിൽ. നമ്മളൊക്കെ എഴുതുമ്പോഴും ചില കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോഴൊക്കെ ഇവരുടെയൊക്കെ മുഖം വരുന്നു. അപ്പോൾ അവരൊക്കെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളത് ഭയങ്കര വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ. ബെന്നി പി നായരമ്പലത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് സ്നേഹം എന്നാണ്. അതൊരു വാക്കല്ല, ഒരു വാക്യം തന്നെയാണെന്നാണ് അദ്ദേഹം പറയാറ്. മലയാളികൾ നിറഞ്ഞ സ്നേഹത്തോടുകൂടി ആവേശത്തോടു കൂടി ഛോട്ടാ മുംബൈ വീണ്ടും സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം സംസാരിക്കാൻ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഛോട്ടാ മുംബൈ ഒരു ഓളം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആളുകൾ ആഘോഷിക്കുന്നു, കുട്ടികൾ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകുന്നു. അങ്ങനത്തെ വിഷ്വൽസ്, അങ്ങനത്തെ കട്ട്സ് കാണുന്നുണ്ടോ ഇപ്പോൾ? ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പോയി 10 മണിയുടെ ഷോയിൽ ഫാമിലി ആയിട്ട് പോയി. അത് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താണ് ഒരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നി. കാരണം 18 വർഷത്തിന് മുമ്പുള്ള ഒരു സിനിമ ഇങ്ങനെ ആഘോഷിക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ പിള്ളേർ അങ്ങോട്ട് ഒരു കാർണിവലിൽ പങ്കെടുക്കുന്ന പോലെ പാട്ടിനും കോമഡിക്കും ഒക്കെ ആർത്തലച്ച് ചിരിക്കുകയാണ്. പാട്ടിനൊക്കെ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാണ്. അത് ഇപ്പോഴത്തെ ഒരു 20 വയസ്സ് 18 തൊട്ട് ഒരു 30 വയസ്സിനിടയിലുള്ള കുട്ടികളാണ് കൂടുതലും. അപ്പോൾ അവരിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവർ ടി വിയിലൊക്കെ അവിടെ ഇവിടെ കൊഞ്ഞിന്നല്ല. അപ്പോൾ പലരും പറയുന്നുണ്ട് ഞാൻ 5 വയസ്സുള്ളപ്പോൾ കണ്ടാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർ പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ല, ടി വിയിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നിട്ട് ഇത് അവർക്കൊരു പുതിയ ഒരു ഓളം, മൊത്തത്തിൽ ഈ പാട്ടും ഡാൻസും തമാശയും ഒക്കെ വന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. അത് നമുക്കും ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ലാലേട്ടൻ ആദ്യം ഇപ്പം ഇതിൽ കാണിക്കുന്നത് ഒരു റെട്രോ സ്റ്റൈലിലൊരു മലയാളത്തിന്റെ ഒരു റെട്രോ നായകൻ പോലത്തെ ഒരു കോസ്റ്റ്യൂമിലാണല്ലോ. ചില സമയത്ത് നോക്കുമ്പോൾ ജയനാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ, എന്നാലും പൂർണ്ണമായിട്ടും ജയനും അല്ല, ആ രീതിയിലൊരു ആഘോഷ രീതിയിലാണ് അദ്ദേഹത്തെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിനു മുമ്പ് അതിന്റെ ആദ്യ ആലോചനയിൽ ഒരു സ്ത്രീവേഷം കെട്ടിയിട്ടുള്ള ലാലേട്ടനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇൻട്രോ അങ്ങനെയായിരുന്നു. അത് അൻവറിന്റെ ആഗ്രഹം, അൻവർ തുടക്കം മുതലേ പറഞ്ഞു വെച്ചത് ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ ആ ഡാൻസ് തന്നെ സ്ത്രീവേഷത്തിലാണ് കാർണിവലിൻ്റെ ഇടയിൽ. അപ്പോൾ കൊട്ടുകൊച്ചിയിൽ ഈ സ്ത്രീവേഷം കെട്ടിയ ഒരുപാട് പേര് കാർണിവൽ സമയത്ത് നടക്കും. അപ്പോൾ അതുപോലെ സ്ത്രീവേഷം കെട്ടി നടക്കുന്നു. അപ്പോൾ തുടക്കം മുതൽ ഞാനത് എതിരായിരുന്നു. ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ തുടക്കം തന്നെ സ്ത്രീവേഷത്തിൽ കാണിച്ചൊരു ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണം എന്ന് പറഞ്ഞു. നമുക്ക് ഇൻ ബിറ്റ്വീൻ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു സീനിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുവരാം. ഇൻട്രൊഡക്ഷൻ അത് ഇല്ലാട്ടോ, അത് രസമായിരിക്കും അത് അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം സംവിധായകന്റെ ആഗ്രഹപ്രകാരം ഞാനത് സമ്മതിച്ചു. ഓക്കെ അങ്ങനെ എഴുതി വെച്ചു? ഇല്ല, എഴുതി വെച്ചില്ല, നമ്മുടെ ഡിസ്കഷൻ സമയത്താണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലാലേട്ടനോട് ഇത് അവതരിപ്പിക്കാൻ വേണമല്ലോ. അപ്പൊ ലാലേട്ടന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. അപ്പൊ ലാലേട്ടനോടും സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇൻട്രോ ഇങ്ങനെ സ്ത്രീവേഷം എന്ന് പറഞ്ഞു, ഇങ്ങനെ സ്ത്രീവേഷത്തിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പുള്ളി അവൻ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അൻവർ പറഞ്ഞു അപ്പം അത് മീശ പഠിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. മീശ പഠിച്ചിട്ട് വയ്ക്കും. അപ്പോൾ ആയിട്ടും അയ്യോ കണ്ടിന്യൂറ്റി പ്രശ്നം വരുമല്ല, ഇനി ഇത് കഴിഞ്ഞാൽ മീശ വേണം. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുമ്പോഴേക്കും മീശ ഇല്ലാണ്ട് വളരാനുള്ള ടൈമില്ല. നമുക്ക് മീശ വെച്ചിട്ട് തന്നെ മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം ഇയാൾ സ്ത്രീ വേഷമായിട്ട് ചെയ്യുന്നതാണല്ല. അപ്പോൾ അൻവർ പറഞ്ഞു മീശ കളയാതെ മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തായിട്ട് സുഖം ഉണ്ടാവില്ല ചേട്ടാ. അപ്പം എനിക്കും താല്പര്യമില്ല എന്നുള്ള സാധനം നേരത്തെ കിടപ്പുണ്ടല്ലോ.
അപ്പോൾ അന്ന് നമുക്ക് വേറൊരു ഇൻട്രോ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഓ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു നമുക്ക് വേറെ സ്റ്റൈൽ പിടിക്കേണ്ട അന്ന് മീശ പഠിച്ചില്ലെങ്കിൽ അതൊരു സുഖമില്ല. അപ്പോൾ അൻവർ മനസ്സിലെന്തോ കണ്ടിട്ടുണ്ടായിരുന്നു സ്ത്രീ വേഷത്തിൽ എങ്ങനെയാണ്, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇതിനേലും ഗംഭീരമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ചെട്ടിക്കുളങ്ങര വരുന്നത് അങ്ങനെയാണ്, ഈ ഒരു സ്റ്റൈലിൽ ലാലേട്ടനെ പ്രസന്റ് ചെയ്യാന്ന് പിന്നീടാണ് തീരുമാനിച്ചത്. ഡയലോഗ്സും ഫ്ലിപ്പ് ആവുന്നതും സീൻസ് ഫ്ലിപ്പ് ആവുന്നതും ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആ ട്രെൻഡ് കൊണ്ടുവന്നതിന്റെ തന്നെ തുടക്കം ചോട്ടാ മുംബൈ ആയിരിക്കും. മറ്റൊരു ഫ്ലിപ്പാണ് കലാഭവൻ കൊണ്ടേ ഡയലോഗുകൾ പറയിപ്പിച്ചാൽ മതി. ഇപ്പൊ കലാഭവൻ വില്ലനാവുമ്പോ അതിന് മുമ്പ് വരെയും ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം കുറച്ച് എന്താ പറയാ ലൗഡായിട്ടായിട്ട് പെർഫോം ചെയ്യുക, അനിമൽസിനൊക്കെ ചിലപ്പോൾ അനുകരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ഡയലോഗ് പറയുന്ന ആളെ തന്നെ ചിലപ്പോൾ അനുകരിച്ച് ചെയ്യും. പിന്നെ അതിന്റെ ഇൻട്രൊഡക്ഷൻ ബൈബിളിലെ വചനം എടുത്ത് കോട്ട് ചെയ്ത് പറയുന്നത് മൊത്തത്തിൽ ഫ്രഷ് ആയിട്ടാണ് കലാഭവൻ ചേട്ടൻ അവതരിപ്പിച്ചത്. അതുവരെ ചെയ്ത മണിയല്ല. അതിനുശേഷം അങ്ങനെ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ ബാച്ചലർ പാർട്ടിയിൽ അതിന്റെ ഒരു ചെറിയൊരു വേറെ വേർഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. അദ്ദേഹത്തിന് വന്നുള്ള കോസ്റ്റ്യൂംസും ഒന്നില്ലെങ്കിൽ വൈറ്റും അല്ലെങ്കിൽ ബ്ലാക്കും അല്ലെങ്കിൽ പോലീസ് യൂണിഫോം അതിലേ ഉള്ളൂ ആളുടെ ഡ്രസ്സൊക്കെ. മറ്റേത് വില്ലനായ വേറെ കളർഫുൾ ഡ്രസ്സൊക്കെ ആയിരിക്കും മണിച്ചേട്ടന്. ആ ഐഡിയ എവിടുന്ന വരുന്നത്? അൻവർ ആദ്യമേ തന്നെ ഞാനായിട്ടുള്ള സംസാരത്തിലും പറഞ്ഞു നമുക്ക് മണിച്ചേട്ടനെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കണം, സ്ഥിരം കളിക്കുന്നതിന്ന് മാറ്റിപ്പിടിച്ചിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള വളരെ ലൗഡാകാതെ ചെയ്യിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ മണി വന്നപ്പോൾ തന്നെ അൻവർ പറഞ്ഞു ചേട്ടാ നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ ക്വയറ്റായിട്ടുള്ള ഒരാൾ, അന്ന് ഇയാളുടെ പ്രവൃത്തികളൊക്കെ ഭയങ്കര കുഴപ്പമാണ്, ഈ കൊടും വില്ലന്മാരൊക്കെ ശരിക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ പ്രകടനങ്ങളൊന്നും വലിയ വന്നതിന് അങ്ങനെ ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ നാച്ചുറലായിട്ട് വന്നിട്ട് അധികം ലൗഡാകാതെ നമുക്ക് ഒത്തിരി ഇതാക്കി പിടിക്കാന്ന് പറയും. മണിക്ക് സാധനം കിട്ടിയത് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ മോനെ അങ്ങനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് മണി ആ കറക്റ്റ് ആ ഒരു മീറ്ററിൽ വളരെ നാച്ചുറലായിട്ട് വന്ന് അന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ലുക്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രൗര്യവും കാര്യങ്ങളും ഉണ്ട് താനും. അപ്പോൾ അതൊരു ഭയങ്കര ചേഞ്ച്. മണിക്ക് തന്നെ അത് ഡബ് ചെയ്തപ്പോൾ ഞാൻ ആ ഡബ് ചെയ്യാനിങ്ങനെ ഇരുന്ന് വെച്ചത്. അപ്പോൾ മണിക്ക് തന്നെ അത് ചേട്ടാ ഇത് വെറൈറ്റി ആണ്ടാ ഇതുവരെ ചെയ്തതിനൊരു വ്യത്യാസം സാധനം നന്നായിട്ടുണ്ടെന്നാണ് മണിക്ക് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് പ്രേക്ഷകരുടെയും സെയിം എഫക്റ്റ് പ്രേക്ഷകർക്കും കിട്ടി. മണിയുടെ ഒരു ആ വില്ലൻ്റെ പിന്നെ ആ സന്ധ്യാപ്രാർത്ഥന ചൂണ്ടിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോഴേക്കുള്ള ആ എൻട്രി അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ഞാൻ തന്നെയാണ്, ഒരുപാട് ഇതുണ്ടെങ്കിൽ ഒരുപാട് ദൈവപുത്രന്മാരുണ്ടെങ്കിലും ഒരു ജഗത്താനെങ്കിലും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്രസൻറ്റേഷനിലൊക്കെ തന്നെ അതൊക്കെ ഇട്ട് വളരെ നാച്ചുറലായിട്ട് വന്ന് പറഞ്ഞ് മണി ഗംഭീരമായിരുന്നു. മണിയൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ സിനിമയിൽ നമ്മളൊക്കെ എഴുതുമ്പോഴും ചില കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോഴൊക്കെ ഇവരുടെയൊക്കെ മുഖം വരും നമുക്ക്. അപ്പോൾ അവരൊക്കെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളത് ഭയങ്കര വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും ഈ ചോട്ടാമ്പയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോഴും നമുക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ അതിലെത്ര പേരായി ഇല്ലാതെ പോയേക്കുന്നത്. അപ്പോൾ അവരൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ഒരു ചോട്ടാമ്പ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുക? അതുകൊണ്ട് അത് ഉണ്ടാകാനായിട്ടൊരു ചാൻസ് ഇല്ല. അതുപോലത്തെ സിനിമകൾ വേറെ ഉണ്ടാകാം, പക്ഷെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരിൽ പലരും നമുക്ക് മിസ്സിങ് ആണ്. കൊച്ചിങ്ങനഫയുടെ ക്യാരക്ടർ, രാജേട്ടൻ്റെ MP ദേവിൻ്റെ ക്യാരക്ടറൊക്കെ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് അല്ലേ രാജേട്ടനൊക്കെ ചെയ്തത്. ഹനീഫ അദ്ദേഹം എന്തൊരു രസമായിട്ട് ആ ക്യാരക്ടർ അമ്മായച്ചനും മരുമകനെ സിങ്കായി ഇപ്പോഴൊരു സമാധാനം സമാധാനം എന്ന് പറയുന്ന സമയത്ത് അത് എല്ലാത്തിനും മിസ്സിങ് തന്നെയാണ്.